വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ആവറേജ്, ശരാശരി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ മക്കൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ മിസ് എപ്പോഴും പറയുന്ന പോലെ മാത്സ് പഠിക്കുമ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾക്ക് പുറമെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം പഠിച്ചാലേ നമുക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനായി നിങ്ങളെ സഹായിക്കുന്ന നിങ്ങളുടെ ഒരു സഹപാഠിയാണ് മാക്സിമം പബ്ലിഷേഴ്സിന്റെ എക്സാം പോയിന്റ് എന്ന് പറയുന്ന ബുക്ക്. മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളും അതുപോലെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ബുക്കാണ് എക്സാം പോയിന്റ്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്റർ 2 ആവറേജ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മുടെ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന എന്നെല്ലാവർക്കും അറിയില്ലേ? നമ്മുടെ ആനയുടെ ജീവിച്ചിരിക്കുന്ന കാലയളവ് എത്രയാണെന്ന് അറിയോ? എത്ര വർഷം ഒരു ആന ജീവിക്കും? 48 വർഷമാണ് ഒരു ആന ജീവിച്ചിരിക്കുന്ന ഒരു ഏകദേശ കണക്കാക്കൽ. അതായത് ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് ആൻ എലിഫന്റ് ഈസ് 48 ഇയേഴ്സ്. എങ്ങനെയായിരിക്കും ഈ 48 ഇയേഴ്സ് കണക്കാക്കിയിരിക്കുന്നത്? ഒരു ആന ജീവിക്കുന്ന കാലയളവ് കണക്കാക്കിയല്ല നമ്മൾ 48 ഇയേഴ്സ് പറയുന്നത്. നമ്പർ ഓഫ് എലിഫന്റ്സ്, അതായത് ഒന്നിൽ കൂടുതൽ ആനകളെ എടുത്ത് അവരുടെ ജീവിതത്തിന്റെ കാലയളവ് നോക്കിയിട്ടാണ് നമ്മൾ 48 ഇയേഴ്സ് എന്നുള്ളത് ആവറേജ്, ഒരു ശരാശരി അളവാണ് നമ്മൾ 48 ഇയേഴ്സ് എന്ന് പറയുന്നത്. ആവറേജ് കണക്കാക്കുന്നതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? സം ഓഫ് വാല്യൂസ് ബൈ നമ്പർ ഓഫ് വാല്യൂസ്. ഈ ഒരു ഇക്വേഷൻ എല്ലാവരും മനസ്സിൽ ഓർത്ത് വെക്കണം. നമുക്കിനി ചാപ്റ്ററിൽ തുടർന്ന് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലംസിന്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ആവറേജ് ഏജ്, ശരാശരി പ്രായം. അതേപോലെ തന്നെ ആവറേജ് ഇൻകം, ശരാശരി വരുമാനം. ആവറേജ് വെയിറ്റ്, ശരാശരി തൂക്കം. ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി, ശരാശരി വൈദ്യുതിയുടെ ഉപയോഗം. ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ, ഇതിനൊക്കെ എന്തുണ്ട്? ഒരു ലൈഫ് സ്പാൻ ഉണ്ടല്ലേ? ഈ ഒരു കാലയളവ് കഴിഞ്ഞാൽ ആ ഉപകരണങ്ങൾക്കെല്ലാം കേടുപാട് സംഭവിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ആവറേജ് എന്നുള്ള ഏകദേശം ഒരു ധാരണയെല്ലാം എല്ലാവർക്കും കിട്ടിയില്ലേ? ഇനി എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും നല്ല മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അപ്പോൾ ആവറേജ് എന്താണെന്ന് എല്ലാവർക്കും ഒരു ധാരണ വന്നില്ലേ? ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് നോക്കാം. Children in class 6A decided to raise 1000 rupees to buy books for the library. 6ാം ക്ലാസ് എയിൽ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും 1000 രൂപ കളക്ട് ചെയ്യണം. എന്തിനാണ്? അവരുടെ ലൈബ്രറിയിലേക്ക് ബുക്ക് വാങ്ങാനായിട്ട്. There are 40 children in the class. 40 കുട്ടികളാണ് അവരുടെ ക്ലാസ്സിലുള്ളത്. And they decided that all of them should give the same amount. അവരെന്ത് തീരുമാനിക്കുകയാണ്? 40 കുട്ടികളുടെയും തുല്യമായിട്ട് ഷെയർ ഇടാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഹൗ മച്ച് ഷുഡ് ഈച്ച് ഗീവ്. ഒരാൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ടാകും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ ക്ലാസ് ഏതാണ്? 6A ആണ് നമ്മുടെ ക്ലാസ് അല്ലേ? എമൗണ്ട് കളക്റ്റഡ്, എത്രയാണ് അവർക്ക് കളക്ട് ചെയ്യേണ്ട എമൗണ്ട്? എത്രയാണ് അവർക്ക് കളക്ട് ചെയ്യേണ്ട എമൗണ്ട്? 1000 rupees അല്ലേ? 1000 രൂപയാണ് അവർക്ക് കളക്ട് ചെയ്യേണ്ടത്. അവിടെ എത്ര കുട്ടികളുണ്ട് ടോട്ടല്? നമ്പർ ഓഫ് ചിൽഡ്രൻ, നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 40. ഓക്കെ, 40. അങ്ങനെയാണെങ്കിൽ ഒരു കുട്ടി എത്ര വെച്ച് ഷെയർ ചെയ്തിട്ടുണ്ടാവും? ഷെയർ ഓഫ് 1 ചൈൽഡ്, ഒരു കുട്ടിയുടെ ഷെയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ഒരു ആവറേജിന് ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. അപ്പോൾ അത് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം? എത്രയാണ് നമ്മുടെ കളക്ട് ചെയ്യേണ്ട എമൗണ്ട്? 1000 അല്ലേ? നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 40. അപ്പോൾ ഈ 1000നെ നമ്മൾ 40 വെച്ച് ഹരിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു കുട്ടി കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് കിട്ടും. എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും സീറോസ് കോമൺ ആണല്ലേ? നമുക്ക് ഡിനോമിനേറ്ററിൽ ഒരു 0 കട്ട് ചെയ്യുന്നതിനൊപ്പം ന്യൂമറേറ്ററിലും ഒരു 0 കട്ട് ചെയ്യാം. ഇനി 100/4 ചെയ്യുമ്പോൾ എല്ലാവർക്കും ഡിവിഷൻ ചെയ്യാനൊക്കെ അറിയാം അല്ലേ? മിടുക്കികളാണ് എല്ലാവരും. അപ്പോൾ 100/4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25. അതായത് ഒരു കുട്ടി എത്ര വെച്ച് ഷെയർ ചെയ്തിട്ടുണ്ടാവും? 25 rupees വെച്ച് ഷെയർ ചെയ്തിട്ട് അവർ 1000 rupees കളക്ട് ചെയ്ത് ലൈബ്രറിയിലേക്ക് ബുക്ക് വാങ്ങിയിട്ടുണ്ടാവും. മനസ്സിലായോ? എളുപ്പമല്ലേ ഈ പ്രോബ്ലം? ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. There are 30 children in class 6B. They raised 1200 rupees for a medical fund. 6ാം ക്ലാസ് ബിയിലെ കുട്ടികൾ 1200 രൂപ കളക്ട് ചെയ്ത് മെഡിക്കൽ ഫണ്ടിനായിട്ട് ഉപയോഗിക്കുകയാണ്. ഹൗ മച്ച് ഈച്ച് ഗീവ്. ഒരാൾ എത്ര രൂപ കൊടുത്തു നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എത്രയാണ്? നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എത്ര രൂപയാണ് കളക്ട് ചെയ്തേണ്ടത്? ഇവിടെ 1200 രൂപയാണ് അല്ലേ? എത്രയാണ് അവിടുത്തെ കുട്ടികളുടെ എണ്ണം? ടോട്ടൽ എത്ര കുട്ടികളുണ്ട്?
30 കുട്ടികളുണ്ട് അല്ലേ. ഇനി ഷെയർ ഓഫ് 1 ചൈൽഡ്, ഒരു കുട്ടി എത്ര കൊടുത്തു എങ്ങനെ കണ്ടുപിടിക്കാം? 1200 ഡിവൈഡഡ് ബൈ 30. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് സീറോസ് കട്ട് ചെയ്യാം. 120ന് 3 കൊണ്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ എത്ര കിട്ടും? 40 അല്ലേ. ഒരു കുട്ടി എത്ര രൂപ വെച്ച് ഷെയർ ചെയ്യണം? 40 റുപ്പീസ് വെച്ച് ഷെയർ ചെയ്താൽ എത്ര രൂപ അവർക്ക് കളക്ട് ചെയ്യാം? 1200 രൂപ കളക്ട് ചെയ്യാം. സിമ്പിൾ അല്ലേ, എളുപ്പമല്ലേ, എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ ഈ കണക്കുകളൊക്കെ മനസ്സിലായോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നോക്കിക്കേ, ലെറ്റ്സ് ട്രൈ. ഇത് നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. ഈ ഒരു പ്രോബ്ലത്തിന്റെ ആൻസർ എല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പോലെ തന്നെ ആവറേജ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം ആണ്. നമുക്ക് പ്രോബ്ലം നോക്കാം. മണിക്കുട്ടൻ സപ്ലൈസ് മിൽക്ക് ടു ദ സൊസൈറ്റി ഈച്ച് ഡേ. മണിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു പാൽക്കാരനാണ്. അവൻ എല്ലാ ദിവസവും സൊസൈറ്റിയിൽ പാല് കൊണ്ടു കൊടുക്കുന്ന ഒരാളാണ്. ലാസ്റ്റ് വീക്ക് ഹി സപ്ലൈഡ് 56 ലിറ്റേഴ്സ് ഇൻ ഓൾ. ഈ കഴിഞ്ഞ ആഴ്ച മൊത്തത്തിൽ അവൻ 56 ലിറ്റർ ഓഫ് മിൽക്കാണ് സൊസൈറ്റിയിൽ കൊണ്ട് കൊടുത്തത്. ഹൗ മച്ച് ഡിഡ് ഹി ഗീവ് ഈച്ച് ഡേ ഓഫ് ദിസ് വീക്ക് ഓൺ ആവറേജ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അവൻ ഒരു ദിവസം എത്രത്തോളം പാല് കൊടുത്തു എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ? ആവറേജ് എന്നുള്ള ഒരു അളവിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? എത്ര ലിറ്റേഴ്സ് ഓഫ് പാലാണ് അവൻ ടോട്ടലായിട്ട് കൊടുത്തത്? 56 അല്ലേ. അതായത് ഒരു വീക്കിൽ എത്ര ഡേയ്സ് ഉണ്ട്? 7 ഡേയ്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? 56 ഹരണം 7 അല്ലേ. ഡിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിവിഷൻ ചെയ്യാം അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും ആൻസർ? 8 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഈ ആൻസർ എങ്ങനെയാണ്? ആവറേജ് അളവാണ് 8 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്. അതായത് ചിലപ്പോൾ ഒരു ദിവസം 8 ലിറ്റേഴ്സിന് കൂടുതൽ വരാം, 9 വരാം, 10 വരാം. ചില ദിവസങ്ങളിൽ പാല് കുറവായിരിക്കും, 8ൽ താഴെ വരാം. അപ്പോൾ ഒരു എക്സാക്ട് വാല്യൂ അല്ല എന്ത് പറയുന്നത്? 8 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? ഒരു ആവറേജ് വാല്യൂ ആണ് എന്ത്? 8 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക്. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, നമുക്കിനി അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. റെഡി അല്ലേ? അടുത്ത പ്രോബ്ലം എന്താണ്? The number of children who attended class from Monday to Friday are 34, 35, 32, 33, 31. അല്ലേ, നമുക്ക് ഒരാഴ്ച അതായത് മൺഡേ ടു ഫ്രൈഡേ പ്രസന്റ് ആയിരിക്കുന്ന ആൾക്കാരുടെ അറ്റൻഡൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡഡ് ക്ലാസ്സസ് ഈച്ച് ഡേ. ഒരു ദിവസം ഒരു ആവറേജ് കണക്കിൽ എത്രയാണ് അറ്റൻഡൻസ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് ടേബിൾ വരയ്ക്കുക എന്നുള്ളതാണ്. ടേബിൾ വരയ്ക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം? അറ്റൻഡൻസ് ഓഫ് ദ ചിൽഡ്രൻ, ആ പ്രസന്റ് ആയിരിക്കുന്ന കുട്ടികളുടെ അറ്റൻഡൻസ് കൊടുക്കാം, ഡേ കൊടുക്കാം അല്ലേ. മൺഡേ ടു ഫ്രൈഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, 5 ദിവസത്തെ അറ്റൻഡൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താണ്? നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ എഴുതിയാലോ. മൺഡേ എത്ര കുട്ടികളുണ്ടായിരുന്നു? 34 ചിൽഡ്രൻസ് അല്ലേ. അതേപോലെ ട്യൂസ്ഡേ 35, വെൻസ്ഡേ 32, തേഴ്സ്ഡേ 33, ഫ്രൈഡേ 31. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആവറേജ് കണ്ടെങ്കിൽ എപ്പോഴും എന്ത് വേണം? ടോട്ടൽ വേണം, പിന്നെ നമ്പർ ഓഫും വേണം. ഓക്കെ, അപ്പോൾ ടോട്ടലോ നമ്പർ ഓഫ് ചിൽഡ്രൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ 34 പ്ലസ് 35 പ്ലസ് 32 പ്ലസ് 33 പ്ലസ് 31 എത്ര കിട്ടും? എത്ര കിട്ടി എല്ലാവർക്കും? 165, 165 കിട്ടിയോ? ഓക്കെ, ഇതാണ് നമ്പർ ഓഫ് ചിൽഡ്രന്റെ ടോട്ടൽ എന്ന് പറയുന്നത്. ഇനി ഡേയ്സ് എത്രയാണ്? എത്ര ഡേ ഉണ്ട്? 5 ഡേ ഉണ്ട് അല്ലേ. 5 ഡേ. ഇനി എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുക? ഈ 165നെ നമ്മൾ എന്ത് വെച്ച് ഡിവിഷൻ ചെയ്യും? 165 ഹരണം 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് കിട്ടും അല്ലേ. എത്ര കിട്ടി ആവറേജ്? 33 കിട്ടിയോ? അപ്പോൾ ഇവിടെ എത്രയാണ് ആവറേജ്? ഒരു ദിവസത്തെ ആവറേജ് നമ്പർ ഓഫ് ചിൽഡ്രൻ ഹു അറ്റൻഡഡ് ക്ലാസ്സസ് ഈച്ച് ഡേ എത്രയാണ് നമുക്ക് കിട്ടിയത്? 33. എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? നമുക്ക് ഡിവിഷൻ ഒക്കെ ചെയ്യാൻ അറിയുമെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു പ്രോബ്ലം ആയിരുന്നു ഇത്. ഇനി ഇതേപോലെ തന്നെ ചെയ്യുന്ന വേറൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. റെഡി അല്ലേ? ഓക്കെ. The table shows the amount of electricity used in Majid's house for some months. ചില മാസങ്ങളിൽ മജീദിന്റെ ഹോമിൽ, വീട്ടിൽ ചെലവായ ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് അളവിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ ആവറേജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് പെർ മന്ത്. ഇതിൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ഓരോ മാസവും യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റിയുടെ ആവറേജും കണ്ടുപിടിക്കണം. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? വിച്ച് ആർ ദ മന്ത്സ് ഓൺ വിച്ച് യൂസേജ് ഈസ് മോർ ദാൻ ദ ആവറേജ്. ആവറേജിനേക്കാളും കൂടുതൽ എത്ര യൂണിറ്റ് യൂസ് ചെയ്ത്, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത മന്ത്സ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക? ടേബിൾ വരയ്ക്കും അല്ലേ. നമുക്ക് ടേബിൾ ക്രിയേറ്റ് ആക്കിയാലോ. ഇതാണ് നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത് അല്ലേ. എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ട്,
മന്തിന്റെ പേരുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. 5 മാസത്തെ യൂണിറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി യൂണിറ്റ്സ് നമുക്ക് എഴുതണ്ടേ? എത്ര വെച്ചിട്ടാണ്? 85, 90. മാർച്ച് മാസം എത്രയാണ്? 75, 82, 78. ഈ ഒരു രീതിയിലാണ് നമ്മുടെ യൂണിറ്റ് തന്നിരിക്കുന്നത്. നമുക്ക് ഓൾറെഡി പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ കണ്ടുപിടിക്കണം അല്ലേ? എങ്ങനെയാണ് ടോട്ടൽ കണ്ടുപിടിക്കുക? 85 പ്ലസ് 90 പ്ലസ് 75 പ്ലസ് 82 പ്ലസ് 78. എത്ര കിട്ടി എല്ലാവർക്കും ആൻസർ? എത്ര കിട്ടി? 410. 410 കിട്ടിയോ? അപ്പൊ ടോട്ടൽ യൂണിറ്റ് എത്രയാണ്? 410. എത്ര മാസം തന്നിട്ടുണ്ട് നമുക്ക്? നമ്പർ ഓഫ് മന്ത്സ്. അതാണ് ഇവിടെ എഴുതേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് മന്ത്സ്. എത്ര മാസം ഉണ്ട്? 5 മന്ത്സ് അല്ലേ? ഇനി എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കാം? 410 ഹരണം 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആവറേജ് കിട്ടും അല്ലേ? എത്ര കിട്ടി ആൻസർ? എത്ര കിട്ടും നമുക്ക് ആൻസർ? 82 അല്ലേ? കിട്ടിയോ എല്ലാവർക്കും? എല്ലാവരും ഡിവിഷൻ ചെയ്ത് നോക്കിയപ്പോൾ ആൻസർ കിട്ടിയോ? അപ്പൊ 82 യൂണിറ്റ് ആണ് നമുക്ക് ആവറേജ് വരുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഏത് മാസമാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് നമ്മുടെ ആവറേജ് എത്രയാണ്? 82. ഈ 82ന് കൂടുതൽ വന്നിരിക്കുന്ന യൂണിറ്റ് എത്രയാണെന്ന് നോക്കാം. ഏതൊക്കെ മാസമാണ്? ജനുവരി മാസം അല്ലേ? 85 വന്നിട്ടുണ്ട് അല്ലേ? അതേപോലെ 82ന് മുകളിൽ വന്നിരിക്കുന്ന എത്ര യൂണിറ്റ്? ഫെബ്രുവരി മാസം അല്ലേ? അപ്പൊ ജനുവരിയും ഫെബ്രുവരിയാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി ആവറേജ് ബേസിൽ നോക്കുമ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ അടുത്ത പ്രോബ്ലം. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ദ ടോട്ടൽ ഇൻകം ഓഫ് എ മാൻ ഇൻ 18 days ഈസ് 1840. 1840 രൂപയാണ് 18 ദിവസത്തെ ഇൻകം, വരുമാനം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഹിസ് ആവറേജ് ഇൻകം പെർ ഡേ? വളരെ സിമ്പിൾ ആണ് ചെയ്യാൻ അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം. ഇങ്ങനെ വഴി എഴുതി കണ്ടുപിടിക്കാം, ടേബിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇപ്പൊ മിസ് ഇവിടെ ടേബിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പോവാണ്. ടോട്ടൽ ഇൻകം എത്രയാണ്? 1840. ഓക്കെ, എത്രയാണ് നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത്? 18 അല്ലേ? നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 18. എന്ത് ചെയ്യാം നമുക്ക്? 1814 ഡിവിഷൻ 18 ചെയ്ത് നോക്കാലോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? ഇതിന്റെ ആൻസർ ഒന്ന് ചെയ്തിട്ട് നോക്കാം കേട്ടോ, കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്ത കണക്കുകളെല്ലാം പോലെ തന്നെ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്, നിങ്ങൾക്കുള്ള ടാസ്ക് ആണ്. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ ആൻസർ ഒക്കെ എല്ലാവരും കണ്ടുപിടിച്ചിട്ട് ആൻസർ എല്ലാം കിട്ടിയെങ്കിൽ കമന്റിൽ പറയണേ. ഓക്കെ, അപ്പൊ ഇതുവരെ എടുത്ത് എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. അപ്പോൾ ഏതൊരു രീതിയിൽ ആവറേജ് കണ്ടുപിടിക്കാൻ ചോദ്യം വന്നാലും ഉത്തരം കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഇനി നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് കിടക്കാണ്, വിച്ച് ഈസ് ബെറ്റർ. അതായത് ഒന്നിൽ കൂടുതൽ റിസൾട്ടുകളൊക്കെ തന്നിട്ട് അതിൽ ആരാണ് ബെറ്റർ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ചോദ്യം നോക്കാം. ഔസേപ്പ് ആൻഡ് അബു ഗ്രോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോക്കനട്ട് ട്രീസ്. ഔസേപ്പും അബും 2 രീതിയിലുള്ള തെങ്ങിൻ തൈകൾ വളർത്താണ്. ഔസേപ്പ് ഹാസ് 20 ട്രീസ്. ഔസേപ്പിന് എത്രയുണ്ട്? 20 ട്രീസ് ഉണ്ട്. അബുവിന് എത്ര ട്രീസ് ഉണ്ട്? 18 ട്രീസ് ഉണ്ട്. ഇവിടെ നമുക്ക് താഴെ തന്നിരിക്കുന്ന ടേബിൾ എന്താണ്? ഈച്ച് ഗോട്ട് ലാസ്റ്റ് ഇയർ, അവസാന വർഷം അവർക്ക് കിട്ടിയിരിക്കുന്ന കോക്കനട്ടുകളുടെ എണ്ണമാണ് താഴെ തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആർക്കാണ് ഏറ്റവും കൂടുതൽ കോക്കനട്ട് കിട്ടിയത് എന്ന് കണ്ടുപിടിക്കണം. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? 2 പേരുടെയും ആവറേജും കണ്ടുപിടിക്കണം. നമുക്ക് എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുക? നമ്മൾ ടേബിൾ വരയ്ക്കുക അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസറിന്റെ ടേബിൾ നോക്കാം. ഇതാണ് നമ്മുടെ ആൻസറിന്റെ ടേബിൾ. ഔസേപ്പ്, അബു ആണ് ഇവിടെ. അബു. ഓക്കെ, അവരുടെ നമ്പർ ഓഫ് കോക്കനട്ട്സിന്റെ എണ്ണം ജനുവരി, ഏപ്രിൽ, ഓഗസ്റ്റ്, നവംബർ 4 മാസത്തെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. കോക്കനട്ടുകളുടെ എണ്ണം എത്രയാണ്? 160. ഔസേപ്പിന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. 160, 250, 200, 260. നമുക്ക് എങ്ങനെയാണ് ആവറേജ് കണ്ടുപിടിക്കുക? ടോട്ടൽ കണ്ടുപിടിക്കുക അല്ലേ? ടോട്ടൽ, അതായത് 160 പ്ലസ് 250 പ്ലസ് 200 പ്ലസ് 260 എത്ര കിട്ടും? 900 കിട്ടും അല്ലേ? 900 കിട്ടും. ടോട്ടൽ കോക്കനട്ട്സ് എത്രയാണ് ആൾക്ക് കിട്ടിയിരിക്കുന്നത്? ഔസേപ്പിന് കിട്ടിയിരിക്കുന്നത് 900 കോക്കനട്ട്സ് ആണ്.
ഔസേപ്പിന്റെ നമ്പർ ഓഫ് ട്രീസ് എത്രയായിരുന്നു? നമുക്ക് ഓൾറെഡി ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. എത്ര നമ്പർ ഓഫ് ട്രീസ് ആയിരുന്നു? 20 നമ്പർ ഓഫ് ട്രീസ് ആയിരുന്നു. ഇനി എന്ത് കണ്ടുപിടിക്കാം? ആവറേജ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചിരുന്നത്? 900 ഹരണം 20 എത്ര കിട്ടും നമുക്ക് ആൻസർ? 45 കിട്ടും ആൻസർ. ഇനി അബുവിന്റെ നോക്കാം. അബുവിന്റെ ടോട്ടൽ കോക്കനട്ട് എങ്ങനെ ചെയ്യാം? 200 പ്ലസ് 264 പ്ലസ് 240 പ്ലസ് 160 എത്ര കിട്ടും? ടോട്ടൽ ചെയ്യുമ്പോൾ ഇതെല്ലാം സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 864 864 കിട്ടും. അബുവിന് എത്ര ട്രീ ഉണ്ടായിരുന്നു? 18 ട്രീ ഉണ്ടായിരുന്നു. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 48 കിട്ടും. അപ്പോൾ രണ്ട് പേരുടെ ആവറേജ് കണ്ടുപിടിച്ച്. ഔസേപ്പിന്റെ ആവറേജ്, കോക്കനട്ടുകളുടെ എണ്ണത്തിന്റെ ആവറേജ് എത്രയായിരുന്നു? 45. അബുവിന്റെ എത്രയാണ്? 48 ആണ്. നമുക്ക് ഈ ആവറേജിന്റെ ബോക്സ് നോക്കുമ്പോൾ തന്നെ അറിയാം ആർക്കാണ് ഏറ്റവും കൂടുതൽ ആവറേജ് വന്നിരിക്കുന്നത്? നമ്മുടെ അബുവിനാണ് ഏറ്റവും കൂടുതൽ ആവറേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കോക്കനട്ട് കിട്ടിയിരിക്കുന്ന ആർക്കായിരിക്കും? നമ്മുടെ അബുവിനായിരിക്കും ഏറ്റവും കൂടുതൽ കോക്കനട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വിച്ച് ഈസ് ബെറ്റർ. ഇപ്പൊ നമ്മളിവിടെ എന്താണ് കണ്ടുപിടിച്ചത്? ഇതിൽ ആരാണ് ബെറ്റർ ആയിട്ട് ജോബ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി ഇതേപോലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ അടുത്ത പ്രോബ്ലം. നമുക്ക് പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് നോക്കാം. ഡ്യൂറിംഗ് ദ ഫോറസ്റ്റ് ഫെസ്റ്റ് സെലിബ്രേഷൻ 2 ഡിവിഷൻ ഓഫ് ക്ലാസ് 5 ഡിസൈഡഡ് ടു പ്ലാന്റ് ട്രീസ് ആസ് ഹരിത ക്ലബ് ആക്ടിവിറ്റി. അതായത് അവരുടെ ഫോറസ്റ്റ് ഫെസ്റ്റ് സെലിബ്രേഷനിൽ 5ാം ക്ലാസ്സിലെ 2 ഡിവിഷനിലെ കുട്ടികളെല്ലാവരും കൂടെ തൈകൾ നടാൻ തീരുമാനിക്കുകയാണ്. ഇനി 35 ചിൽഡ്രൻ ഓഫ് 5A 5ാം ക്ലാസ് എയിലെ 35 കുട്ടികൾ കൂടി എത്ര സാപ്ലിങ്സ് നടാണ്? 245 സാപ്ലിങ്സ് നടാണ്. അതേപോലെ തന്നെ 30 ചിൽഡ്രൻ ഓഫ് 5B 5ാം ക്ലാസ് ബിയിൽ എത്ര കുട്ടികളുണ്ട്? 30 കുട്ടികളുണ്ട് അല്ലേ? നമുക്കിവിടെ തന്നിട്ടുണ്ട് 30 കുട്ടികളിന്. അവരെത്ര സാപ്ലിങ്സ് നട്ടു? 240. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വിച്ച് ഡിവിഷൻ ഡിഡ് എ ബെറ്റർ ജോബ്. ഈ 2 ഡിവിഷനിലും ആരാണ് ബെറ്റർ ജോബ് ചെയ്തത്? അപ്പോൾ 5A ആണോ 5B ആണോ അടിപൊളി എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെ ചെക്ക് ചെയ്യാം? ടേബിൾ വരയ്ക്കാം. ഫോറസ്റ്റ് ഫെസ്റ്റ് സെലിബ്രേഷൻ ആണ്. ക്ലാസ്സുകൾ ഏതൊക്കെയാണ്? 5A ഉണ്ട് 5B ഉണ്ട്. നമ്പർ ഓഫ് ചിൽഡ്രൻ 5Aയിൽ എത്ര കുട്ടികളായിരുന്നു? 5Aയിൽ 35 കുട്ടികളായിരുന്നു അല്ലേ? നമ്പർ ഓഫ് സാപ്ലിങ്സ് എത്ര തൈകൾ ഉണ്ടായിരുന്നു അവർക്ക്? 245 തൈകൾ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് കണ്ടുപിടിക്കണം അല്ലേ? എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കാം? എങ്ങനെയാണ് നമുക്ക് ആവറേജ് കണ്ടുപിടിക്കുക? 245 ഹരണം 25 എത്ര കിട്ടും നമുക്ക് ആൻസർ? എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 7 അല്ലേ? കിട്ടിയോ? എല്ലാവരും ഡിവിഷൻ ചെയ്ത് നോക്കിയപ്പോ ഡിവിഷനൊക്കെ കണ്ടുപിടിക്കുക. എല്ലാവരും മിടുക്കന്മാരല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ നമ്മൾ ഓൾറെഡി ബൈഹാർട്ട് ചെയ്ത് നല്ലവണ്ണം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് 5Aയുടെ കിട്ടിയ ആവറേജ് എത്രയാണ്? 7. ഇനി 5B ഉണ്ടല്ലേ? നമുക്ക് 5Bയിൽ എത്ര ചിൽഡ്രൻസ് ഉണ്ട്? 30 ചിൽഡ്രൻ ഉണ്ട്. 5Bയിൽ 30 ചിൽഡ്രൻ ഉണ്ട്. എത്രയാണ് അവരുടെ തൈകളുടെ എണ്ണം? 240 ആണ് അവരുടെ തൈകളുടെ എണ്ണം. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആവറേജ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുക? 240 ഹരണം 30 എത്ര കിട്ടും? 240 ഹരണം 30 8. എത്രയാണ് കിട്ടുന്നത്? 8. അപ്പൊ നമുക്ക് 2 പേരുടെയും 5Aയുടെയും കിട്ടി 5Bയുടെയും ആവറേജ് കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഡിവിഷൻ ഡിഡ് എ ബെറ്റർ ജോബ്. ആരാണ് ബെറ്റർ ജോബ് ചെയ്തത്? എങ്ങനെയാണ് നമ്മളത് നോക്കാം? ആവറേജിന്റെ ബോക്സ് നോക്കാം. 5Aയുടെ 7ഉം 5Bയുടെ 8ഉം ആണ്. ഇതിൽ ഏത് നമ്പറാണ് ബിഗ് നമ്പർ? 8. നമുക്കറിയാം 8 ആണ് ഏറ്റവും വലിയ നമ്പർ. അപ്പൊ ആരായിരിക്കും ബെറ്റർ ജോബ് ചെയ്തിട്ടുണ്ടാവുക? നമ്മുടെ 5Bയിലെ കുട്ടികളാണ് മിടുക്കന്മാര് അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന ഒരു പ്രോബ്ലം നമ്മൾ കണ്ടു. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി ഇതേപോലെ ചെയ്യുന്ന വേറൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. നോക്കിക്കേ. The table shows the number of members and the amount of water used in a month of 3 households. 3 വീടുകളിൽ അവർ യൂസ് ചെയ്ത വാട്ടറിന്റെ അളവ് ലിറ്റേഴ്സിൽ തന്നിരിക്കുകയാണ് നമുക്ക് ചോദ്യത്തിൽ. ഓക്കെ, ഇതിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൗ മച്ച് വാട്ടർ ഡിഡ് 1 person in the first household use on average. അതായത് ആദ്യത്തെ വീട്ടിൽ ഒരാൾ യൂസ് ചെയ്തിരിക്കുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ആവറേജ് കണ്ടുപിടിക്കും അല്ലേ? അതേപോലെ തന്നെ വാട്ട് അബൌട്ട് ദ അതർ ഹൗസ് ഹോൾഡ്. അപ്പോൾ ആദ്യത്തെ ആവറേജ് കണ്ടുപിടിച്ച പോലെ തന്നെ നമ്മൾ ബാക്കി 2 പേരുടെയും കണ്ടുപിടിക്കണം. 2 വീടുകളിലെയും കണ്ടുപിടിക്കണം. ലാസ്റ്റ്
ലാസ്റ്റ് ചോദ്യം എന്താണ്? അക്കോർഡിംഗ് ടു ദീസ് ഫിഗേഴ്സ് ഇൻ വിച്ച് ഹൗസ് ഹോൾഡ് യൂസ് ദ മോസ്റ്റ് വാട്ടർ പെർ പേഴ്സൺ. അതായത് മൂന്നെണ്ണത്തിൻ്റെയും നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ വാട്ടർ യൂസ് ചെയ്തിരിക്കുന്നത് ഏത് വീട്ടിലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാണ് നമ്മുടെ ടേബിൾ അല്ലേ, ആൻസറിൻ്റെ ടേബിൾ ഇതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടേബിളാണ് അല്ലേ. നമ്പർ ഓഫ് മെമ്പേഴ്സ് നമുക്ക് ചോദ്യത്തിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. വാട്ടർ യൂസ്ഡ് ഇൻ മന്ത് അതും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആവറേജ് കണ്ടുപിടിക്കാം അല്ലേ, ഓരോ വീടുകളിലും ആവറേജ് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ഇത് ഫസ്റ്റ് ഹൗസ് ഹോൾഡ്, സെക്കൻഡ് ഹൗസ് ഹോൾഡ്, തേർഡ് ഹൗസ് ഹോൾഡ്, ഇങ്ങനെ ഒരു രീതിയിലാണെങ്കിൽ ആദ്യത്തെ ഹൗസ് ഹോൾഡിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? 18,000 ആണ് അവരുടെ വാട്ടർ വന്നിരിക്കുന്നത്. ഡിവൈഡഡ് ബൈ എത്ര മെമ്പേഴ്സ് ഉണ്ട് ആ വീട്ടിൽ? 6 മെമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഒരാളുടെ എന്നുള്ള രീതിയിൽ ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? നമുക്ക് എത്ര വരും? ഡിവിഷൻ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3000. 3000 കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, അതാണ് ഫസ്റ്റത്തെ ആവറേജ്. ഇനി സെക്കൻഡ് ഹൗസ് ഹോൾഡിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? 16,000. 16,000 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും? 4,000 കിട്ടിയോ എല്ലാവർക്കും? 4,000 ആണ് അവിടെ ആവറേജ് വരുന്നത്. ഇനി തേർഡ് ഹൗസ് ഹോൾഡ്, അവിടെ 5 മെമ്പേഴ്സ് ആണുള്ളത്. നമുക്ക് അത് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16,500 ഡിവിഷൻ 5 എത്രയാണ് കിട്ടുന്നത്? ആൻസർ എത്രയാണ്? 3,300. 3,300 ആണ് അവിടെ ആവറേജ് വരുന്നത്. അപ്പം നമ്മൾ 3 പേരുടെയും നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസറായി. ആദ്യത്തെ ഹൗസ് ഹോൾഡിൻ്റെ ആവറേജ് എത്രയാണ്? ഏകദേശം ഒരു 3000 ലിറ്ററോളം ഒരാൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ബാക്കി 2 പേരുടെയും ആവറേജ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ വെള്ളം കളഞ്ഞത്, വാട്ടർ ചെലവാക്കിയത് ഏത് ഹൗസ് ഹോൾഡാ? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാറ്? അതായത് നമ്മുടെ ആവറേജിൽ ഏറ്റവും ബിഗ് നമ്പർ നോക്കാം. ഈ 3 നമ്പറിൽ ഏറ്റവും ബിഗ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഈ 4,000 ആണ് അല്ലേ. അപ്പോൾ ഈ സെക്കൻഡ് ഹൗസ് ഹോൾഡാണ് ഏറ്റവും കൂടുതൽ വാട്ടർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം മനസ്സിലായോ? ഇതുപോലെ നമ്മുടെ ക്ലാസ്സിൽ എക്സാം ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആരാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുമല്ലോ. അപ്പോൾ എല്ലാവരും ഓൺ എക്സാം ഒക്കെ കഴിയുമ്പോൾ എല്ലാവരുടെ മാർക്കൊന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് ആവറേജ് ഒക്കെ കണ്ടുപിടിച്ച് ആരാണ് ബെറ്റർ എന്ന് കണ്ടുപിടിക്കാം അല്ലേ. ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇതുവരെ എടുത്ത പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായി അല്ലേ. അപ്പോൾ അതെല്ലാം മനസ്സിലായോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ് ഈ ഒരു പ്രോബ്ലം. ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാവരും ഇതിൻ്റെ ഒരു ആൻസർ കണ്ടുപിടിച്ച് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇതുവരെ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുവരെ എടുത്ത് എല്ലാവർക്കും മനസ്സിലായോ? അങ്ങനെ നമ്മൾ പല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ട് ആവറേജ് കണ്ടുപിടിക്കാൻ പഠിച്ചല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്താണ് നമ്മുടെ ചോദ്യം എന്ന് നോക്കിയാലോ. മിൽക്ക് മാത്താണ്. രാമു ചെക്ക്ഡ് ഹിസ് സെയിൽ ഓഫ് മിൽക്ക് ഫോർ സം ഡേയ്സ് ആൻഡ് കാൽക്കുലേറ്റ് ദ ആവറേജ് ഇൻകം ടു ബി 150 rupees പെർ ഡേ. അതായത് രാമു ഒരു പാൽക്കാരനാണ്. ആൾ വിറ്റഴിച്ച പാലിൻ്റെ കണക്കെല്ലാം നോക്കിയിട്ട്, കുറച്ച് ദിവസങ്ങളുടെ കണക്കെല്ലാം നോക്കിയിട്ട് ആൾക്കൊരു 150 രൂപ കിട്ടാണ്. അതായത് ഒരു ദിവസത്തെ ആൾക്ക് കിട്ടുന്ന രൂപ എന്ന് പറയുന്നത് എത്രയാണ്? 150. അങ്ങനെയാണെങ്കിൽ ഇഫ് ഹി കണ്ടിന്യൂസ് ലൈക്ക് ദിസ് ഹൗ മച്ച് ക്യാൻ ഹി അക്സെപ്റ്റ് ഫ്രം ദ സെയിൽ ഓഫ് മിൽക്ക് ഇൻ ജൂൺ. അങ്ങനെയാണെങ്കിൽ ജൂൺ മാസത്തിൽ ആൾക്ക് കിട്ടുന്ന ഇൻകം എത്രയായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ആവറേജ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ജൂൺ മാസം ആൾക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആവറേജ് ഇൻകം എത്രയാണ്? 150 rupees ആണ് അല്ലേ. അതേപോലെ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ജൂൺ എത്രയാണ്? 30 days ആണ്. നമുക്കറിയാം ജൂൺ മാസത്തിൽ എത്ര ദിവസം ഉണ്ട്? 30 ദിവസം ഉണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ 150 ആണെങ്കിൽ 30 ദിവസം എത്രയായിരിക്കും? 150 × 30. എങ്ങനെ ചെയ്യാം? നമുക്കിത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 150 × 30 എത്ര വരും? എത്ര വരും? 4,500 അല്ലേ. 4,500 rupees. അതായത് ജൂൺ മാസം രാമുവിന് എത്ര രൂപ വരുമാനം കിട്ടിയിട്ടുണ്ടാവും? 4,500 രൂപ വരുമാനം കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതേപോലെ ഇതുവരെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. ഇതേപോലെ വരുന്ന മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് നമ്മുടെ ചോദ്യം? ദ ഇൻകംസ് ഫോർ 5 days ഓഫ് എ ട്രേഡ് ആർ. ഈ തന്നിരിക്കുന്ന വാല്യൂസ് കുറച്ച് ബിഗ് വാല്യൂസ് ആണല്ലേ. എത്ര ദിവസത്തെ ഉണ്ട്? 5 ദിവസത്തെ ഉണ്ട്. ആഫ്റ്റർ ദ 6th day he calculated the average income as
6,500 rupees per day. അതായത് ഇവിടെയും നമുക്ക് എന്ത് തന്നിരിക്കുകയാണ്? ആവറേജ് എന്ന് പറയുന്നത് എത്രയാണ്? 6,500 രൂപയാണ്. ആവറേജ് ഓൾറെഡി നമുക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഡിഡ് ഹി ഗെറ്റ് ഓൺ 6th ഡേ? അങ്ങനെയാണെങ്കിൽ 6ാമത്തെ ദിവസം ആൾക്ക് എത്ര രൂപയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ഒരു ദിവസത്തെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് ഇവിടെ ഇൻകം തന്നിട്ടുണ്ട് 5 ദിവസത്തെ. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ ഇൻകം ഓഫ് 5 days. 5 ദിവസത്തെ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? എല്ലാം കൂടെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 6,435 പ്ലസ് 6,927 പ്ലസ് 6,855 പ്ലസ് 7,230 പ്ലസ് 6,562. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും ആൻസർ കിട്ടുന്നത്? ഒരു ബിഗ് ആൻസർ ആയിരിക്കും കിട്ടുന്നത് അല്ലേ? 34009. ഇത്രയായിരിക്കും ആളുടെ ഇൻകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആവറേജ് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ് നമ്മുടെ ആവറേജ് എന്ന് പറയുന്നത്? 6,500. ഒരു ദിവസം കിട്ടുന്ന ആവറേജ് ഏകദേശം ഒരു കാൽക്കുലേഷനിൽ കിട്ടുന്നത് എത്രയാണ്? 6,500 രൂപയാണ്. ഇനി എത്രയാണ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ 6ാമത്തെ ദിവസത്തെ ഇൻകം എത്രയാണെന്ന് ഈ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ 6ാമത്തെ ദിവസം എത്ര കിട്ടുന്നു? അപ്പോൾ 5 ദിവസത്തെ ടോട്ടൽ കിട്ടി, ആവറേജ് കിട്ടി. ഇനി 6 ദിവസത്തെ എങ്ങനെ കണ്ടുപിടിക്കാം? എത്രയാണ് ആവറേജ്? 6,500 ആണ് ഒരു ദിവസത്തെ. അങ്ങനെയാണെങ്കിൽ 6 ദിവസത്തെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നമ്മൾ മൾട്ടിപ്ലൈ 6,500 ഇൻറ്റു 6. എത്ര കിട്ടും നമുക്ക് ആൻസർ? 3,9,000 rupees. കിട്ടിയോ എല്ലാവർക്കും? നമുക്ക് രണ്ട് രീതിയിലും ടോട്ടൽ ഇൻകവും അതേമാതിരി ടോട്ടൽ ഇൻകം ഓഫ് 6 ഡേയ്സും ബിഗ് ആൻസർ ആണ്. നമുക്ക് തന്നിരിക്കുന്ന റുപ്പീസും എത്രയാണ്? 5 ഡേയ്സിൻ്റെ ഇൻകം എത്രയാണ്? കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര വലിയ ആൻസേഴ്സ് കിട്ടുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 6ാമത്തെ ദിവസം ആൾക്ക് എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവണ ഇൻകം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 6 ദിവസം ടോട്ടൽ കിട്ടി, ഒരു ദിവസത്തെ ആവറേജ് നമുക്കറിയാം, അതേപോലെ തന്നെ 5 ദിവസത്തെ അറിയാം. ഇനി 6ാമത്തെ ദിവസത്തെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സിമ്പിളാണ്. ടോട്ടൽ 6 ദിവസത്തെ ഉണ്ടല്ലോ, ആ വാല്യൂ മൈനസ് എന്ത് ചെയ്യണം? 5 ദിവസത്തെ ടോട്ടൽ ഇൻകം കൂടി മൈനസ് ചെയ്യണം. അപ്പം എങ്ങനെ ചെയ്യാം? ബിഗ് വാല്യൂ എന്നാണ് സ്മോൾ വാല്യൂ നമ്മൾ മൈനസ് ചെയ്യുന്നത്. അപ്പോൾ 6 ഡേയ്സിൻ്റെ ടോട്ടൽ ഇൻകം മൈനസ് എത്ര ചെയ്യണം? 5 ഡേയ്സിൻ്റെ ടോട്ടൽ ഇൻകം കൂടി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്ര കിട്ടും? ഇവിടെ 9 ആണ്. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 4,991 കിട്ടിയോ? അതായത് 6ാമത്തെ ദിവസം മാത്രം ആൾക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? 4,991 രൂപ കിട്ടിയിട്ടുണ്ടാവും. ഇത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതുവരെ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആവറേജ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? നമുക്ക് ഓൾറെഡി ആവറേജ് തന്നിട്ട് ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ 6th ഡേയുടെ അതേപോലെ വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയോ എങ്ങനെയാണ് ഈ ചോദ്യവും അതിൻ്റെ ആൻസറും വന്നിരിക്കുന്നതെന്ന്? അപ്പോൾ നല്ലോണം ചോദ്യം വായിച്ച് മലയാള അർത്ഥം മനസ്സിലായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുപോലെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സബ്സ്ട്രാക്ഷനും ആഡിങ്ങും എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് നല്ല സ്കോർ കരസ്ഥമാക്കാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാൻ പറ്റിയ ആക്ടിവിറ്റീസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ടേബിൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടേബിളാണ്. നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് എന്നൊന്ന് നോക്കിയാലോ? ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ചിൽഡ്രൻ വെയർ ആസ്ക്ഡ് ടു ഡൊണേറ്റ് ബുക്സ് ടു ദ സ്കൂൾ ലൈബ്രറി. ചിൽഡ്രൻ അവരുടെ ലൈബ്രറിയിലേക്ക് ബുക്ക് ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. യൂസിങ് ദ ഗിവൺ ഡീറ്റെയിൽസ് ഫിൽ അപ്പ് ദ ടേബിൾ ബിലോ. നോക്കിക്കേ, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്ലാസ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ചിൽഡ്രൻ തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ബുക്സ് തന്നിട്ടുണ്ട്, ആവറേജ് തന്നിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം അവർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് ചിൽഡ്രൻ 30, നമ്പർ ഓഫ് ബുക്സ് എത്രയാ? 120. അങ്ങനെയാണെങ്കിൽ ആവറേജ് എത്രയാ? നമുക്കറിയാം. ഇവിടെ അവർ ആവറേജ് എങ്ങനെയായിരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? 120/30. 0 കട്ട് ചെയ്ത് കളഞ്ഞു. എത്ര കിട്ടി നമുക്ക് ആൻസർ? 4 കിട്ടും അല്ലേ? അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഫില്ല് ചെയ്യാനുള്ള പൊസിഷനൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എങ്ങനെ വരും? അടുത്ത ക്ലാസ് നോക്കാം. നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 40 ആണ്. നമ്പർ ഓഫ് ബുക്സ്, അവർ കൊടുത്ത നമ്പർ ഓഫ് ബുക്സ് എത്രയാ? 240 അല്ലേ? അങ്ങനെയാണെങ്കിൽ ആവറേജ് എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ബുക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ചിൽഡ്രൻ. എങ്ങനെ കണ്ടുപിടിക്കാം? 240/40. അതായത് 0 കട്ട് ചെയ്ത് കളയും. അപ്പോൾ 24/4 എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. എത്രയാണ്?
6. അവിടെ ആവറേജ് എത്രയാണ്? 6 ആണ്. ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്പർ ഓഫ് ചിൽഡ്രൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ബുക്സ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ആവറേജും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ബുക്സ് തന്നിട്ടുണ്ട്, ആവറേജ് തന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ബുക്സ് 175 ആണ് നമ്മുടെ നമ്പർ ഓഫ് ബുക്സ് എന്ന് പറയുന്നത്. ആവറേജ് എത്രയാണ്? 5. അത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? നമ്പർ ഓഫ് ചിൽഡ്രൻ കിട്ടും. എത്ര കിട്ടും? 175/5 ചെയ്യുമ്പോൾ എത്ര കിട്ടും ആൻസർ? 35 അല്ലേ? എല്ലാവർക്കും കിട്ടിയോ ആൻസർ? അപ്പോൾ ക്ലാസ് 2ന്റെ നമ്പർ ഓഫ് ചിൽഡ്രൻ്റെ കോളം നമ്മൾ ഫില്ല് ചെയ്തു. ഇനി ലാസ്റ്റ് ക്ലാസ്സിൽ 32 ചിൽഡ്രൻസ് ഉണ്ട്. ആവറേജ് എത്രയാണ്? 10 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് ബുക്സ്, അവരെത്ര ബുക്സ് ഡൊണേറ്റ് ചെയ്തു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ചിൽഡ്രൻ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ വരുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? 32 × 10 എത്ര കിട്ടും? സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. കാരണം 10 വെച്ചാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ 32ൻ്റെ ഒപ്പം ഒരു 0 കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം 3 കോളം, നമ്മൾ 4 കോളം ഫില്ല് ചെയ്തു അല്ലേ? എങ്ങനെയാണ് ഫില്ല് ചെയ്തത് എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ആവറേജ് കണ്ടുപിടിക്കാൻ അറിയാം. ഇനിയിപ്പോൾ ആവറേജ് തന്നിട്ട് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് കണ്ടുപിടിക്കാൻ അറിയാം. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻസും ആവറേജും തന്നിട്ട് നമ്മൾ ബുക്സിൻ്റെ നമ്പർ കണ്ടുപിടിക്കാനും പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ ഈ ഒരു പ്രോബ്ലം? ഇനി ഇതേപോലെ ചെയ്യുന്ന കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. എന്താണ് നമ്മുടെ അടുത്ത ചോദ്യം? നോക്കിക്കേ. The average age of a child in a class of 35 is 11. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 35 പേരുള്ള ഒരു ക്ലാസ്സിലെ ആവറേജ് ഏജ് കണക്കാക്കിയപ്പോൾ എത്രയാണ് കിട്ടിയത്? 11 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ the average age including the teacher is 12. അപ്പോൾ കുട്ടികളുടെ മാത്രം കണക്ക് നോക്കിയപ്പോഴാണ് ആവറേജ് ഏജ് എത്ര വന്നത്? 11 വന്നത്. ഇനി ഒരു ടീച്ചർ കൂടെ വരാണ്. അപ്പോൾ എത്രയാണ് ആവറേജ് ഏജ് വന്നത്? 12 ആണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ ഓൾഡ് ഈസ് ടീച്ചർ? അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ പ്രായം എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ എന്താണ് നമുക്ക് തന്നിട്ടുള്ളതെല്ലാം ആദ്യം ഒന്ന് എഴുതി നോക്കാം. ആവറേജ് ഏജ് ഓഫ് 35 ചിൽഡ്രൻ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ആവറേജ് ഏജ് 11 അല്ലേ? 11 ആണ്. ടോട്ടൽ ഏജ് ഓഫ് 35 ചിൽഡ്രൻ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ആവറേജ് ആണ്. ഒരു കുട്ടിക്ക് ഏകദേശം ഒരു 11 വയസ്സ് കാണും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏജ് എങ്ങനെ കണ്ടുപിടിക്കാം? 35 × 11 എത്ര കിട്ടും? 35 × 11 ചെയ്യുമ്പോൾ 385 അല്ലേ? കിട്ടിയോ എല്ലാവർക്കും? അതായത് അവരുടെ 35 പേരുടെ ടോട്ടൽ ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 385. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ടീച്ചറിന്റെ വയസ്സ് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, ടീച്ചർ കൂടെ വന്നപ്പോൾ എത്രയായിരുന്നു ആവറേജ് ഏജ്? 12 ആയി അല്ലേ? ടീച്ചർ കൂടെ വന്നതിന് ശേഷം ആവറേജ് ഏജ് എന്ന് പറയുന്നത് എത്രയാണ്? 12 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏജ് ഓഫ് 36. ഇവിടെ എങ്ങനെ 36 വന്നേ? 35 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ടീച്ചർ കൂടെ വന്നപ്പോൾ അത് എത്ര പേരായി? 36. ടീച്ചറേയും കൂടി കൂട്ടി കഴിയുമ്പോൾ 35 + 1 36. അതാണ് ഇവിടെ 36 വന്നിരിക്കുന്നത്. അപ്പോൾ 36 ഇൻറ്റു, അതായത് ആ ടീച്ചർ കൂടെ വന്നപ്പോൾ ആവറേജ് എത്രയായിരുന്നു? 12 ആയിരുന്നു. അപ്പോൾ 36 × 12 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എത്ര കിട്ടും? ടോട്ടൽ ഏജ് എത്ര കിട്ടും? 432. കിട്ടിയോ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് 11 പേരുള്ളപ്പോൾ ഉള്ള ടോട്ടൽ ഏജ് കിട്ടി. ടീച്ചർ കൂടെ വന്നതിന് ശേഷമുള്ള ടോട്ടൽ ഏജ് കിട്ടി. അപ്പോൾ ടീച്ചറിൻ്റെ ഏജ് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. എന്ത് ചെയ്താൽ മതി? ടീച്ചർ വന്നപ്പോൾ ഉള്ള ടോട്ടൽ ഏജ് മൈനസ് ആ കുട്ടികളുടെ മാത്രം ടോട്ടൽ ഏജ്. അപ്പോൾ എങ്ങനെ ചെയ്യാം? 432 മൈനസ് 385 എത്ര കിട്ടും? ഇത് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 47. അതായത് ടീച്ചർക്ക് എത്ര വയസ്സുണ്ടാവും? 47 വയസ്സുള്ള ടീച്ചറായിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. ഈ കണക്ക് കുറച്ചും കൂടി ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ ചെയ്യാൻ? എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും മഴ ഒരുപാട് ഇഷ്ടമല്ലേ? മഴയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്തതായിട്ട് നമുക്കുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കട്ടോ. എന്താണ് നമ്മുടെ ചോദ്യം? ദ ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഡ്യൂറിങ് 2014 ഇൻ എ പ്ലേസ് വാസ് കാൽക്കുലേറ്റഡ് ടു ബി 23 സെൻറ്റിമീറ്റേഴ്സ്. അതായത് 2014 വർഷത്തിൽ ഒരു സ്ഥലത്തെ മഴയുടെ ആവറേജ് നോക്കിയപ്പോൾ എത്രയാണ് കിട്ടിയത്? 23 സെൻറ്റിമീറ്റേഴ്സ് ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ റെയിൻഫോൾ ദർ ഡ്യൂറിങ് ജൂൺ, ജൂലൈ ആൻഡ് ഓഗസ്റ്റ് വാസ് 150 സെൻറ്റിമീറ്റേഴ്സ്. ഒരു 3 മാസത്തെ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 3 മാസത്തെ ടോട്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത് എത്ര തന്നേക്കാണ്? 150 സെൻറ്റിമീറ്റേഴ്സ് തന്നേക്കാണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. ഇനി എന്താണ് നമ്മുടെ ചോദ്യം?
വാട്ട് ഈസ് ദ ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഡ്യൂറിങ് ദീസ് 3 months? അതായത് നമുക്കൊരു 3 മാസത്തെ ടോട്ടൽ റെയിൻഫോൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആവറേജ് റെയിൻഫോൾ കണ്ടുപിടിക്കുക. ഓരോ മാസം എത്ര വെച്ച് കിട്ടിയെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? എന്താണ് ടോട്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത്? 3 മാസത്തെ ടോട്ടൽ റെയിൻഫോൾ ഓഫ് 3 months എത്രയാണ്? 150 സെന്റിമീറ്റേഴ്സ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആവറേജ് ഒരു മാസം എത്ര കിട്ടി എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ 150 ബൈ നമ്പർ ഓഫ് മന്ത്സ് എത്രയാണ്? 3. എത്ര കിട്ടും? 50. അതായത് ഒരു മാസം ഏകദേശം എത്ര സെന്റിമീറ്റേഴ്സ് ഓഫ് മഴ കിട്ടിയിട്ടുണ്ടാകും? 50 സെന്റിമീറ്റേഴ്സ് ഓഫ് മഴ ലഭിച്ചിട്ടുണ്ടാവും. ഇനി എന്താണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ? വാട്ട് വാസ് ദ ടോട്ടൽ റെയിൻഫോൾ ഡ്യൂറിങ് ദ എൻറ്റയർ ഇയർ ഓഫ് 2014? 2014 അവർക്ക് ടോട്ടൽ ആയിട്ട് കിട്ടിയ മഴയുടെ അളവ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആവറേജ് തന്നിട്ടുണ്ട്. 2014 ഒരു മാസം ഏകദേശം ഒരു 23 സെന്റിമീറ്റേഴ്സ് ഓഫ് മഴയാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ റെയിൻഫോൾ ഓഫ് ഇയർ 2014. 2014 കിട്ടുന്ന ടോട്ടൽ മഴയുടെ അളവ് ഒരു മാസം ആവറേജ് എത്രയായിരുന്നു? 23 ആയിരുന്നു. നമുക്കൊരു വർഷത്തെ ഫുൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു വർഷം എത്ര മാസമുണ്ട്? 12 മാസമാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? ആവറേജ് ഒരു മാസത്തെ ഇൻറ്റു 12 എത്ര കിട്ടും നമുക്ക്? 276 സെന്റിമീറ്റേഴ്സ് ഓഫ് റെയിൻഫോൾ ആയിരിക്കും ഒരു വർഷം. 2014 എന്ന് പറയുന്ന വർഷത്തിൽ ടോട്ടലായിട്ട് 276 സെന്റിമീറ്റേഴ്സ് ഓഫ് മഴ കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്താണ് അടുത്ത പ്രോബ്ലം? വാട്ട് ഈസ് ദ ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഡ്യൂറിങ് ദ അതർ 9 months? അതായത് 9 month എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓൾറെഡി ടോട്ടൽ റെയിൻഫോൾ ഓഫ് 3 months തന്നിട്ടുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തെ ടോട്ടൽ റെയിൻഫോൾ 150 തന്നിട്ടുണ്ട്. അപ്പോൾ ആ 3 മാസം ഒഴിച്ച് ബാക്കി എത്ര മാസം ഉണ്ടാവും? 9 മാസമാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ 9 മാസത്തെ ആവറേജ് റെയിൻഫോൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ റെയിൻഫോൾ ഓഫ് 9 months കണ്ടുപിടിക്കണ്ടേ? എത്രയാണ് ടോട്ടൽ റെയിൻഫോൾ ഓഫ് 9 months? എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് 2014 വർഷത്തിലെ ടോട്ടൽ റെയിൻഫോൾ എത്ര കിട്ടിയിട്ടുണ്ടായിരുന്നത്? 276 ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും ഈ 3 മാസത്തെ ടോട്ടൽ റെയിൻഫോൾ, അതായത് ഈ 150 മൈനസ് ചെയ്താൽ പോരെ? കാരണം ആ 3 മാസം വേണ്ട, നമുക്ക് 9 മാസം മതി. അപ്പൊ എങ്ങനെ ചെയ്യാം? മൈനസ് ഓക്കെ, മൈനസ് എന്ത് ചെയ്യാം? മൈനസ് 150 എത്ര കിട്ടും? അപ്പൊ നമുക്ക് ഈ 276 ന്ന് 150 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 126. അപ്പോൾ 9 മാസത്തെ ടോട്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 126 സെന്റിമീറ്റേഴ്സ് ഓഫ് മഴയാണ് 9 മാസം കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആവറേജ്. ഈ 9 മാസത്തെ ആവറേജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 9 മാസത്തെ ആവറേജ് കണ്ടുപിടിക്കാം. ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം? എത്രയായിരുന്നു 9 മാസത്തെ ടോട്ടൽ റെയിൻഫോൾ എന്ന് പറയുന്നത്? 126 ആയിരുന്നു. ഡിവൈഡഡ് ബൈ എത്ര മാസം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 9 months അല്ലേ? ഡിവൈഡഡ് ബൈ 9 എത്ര കിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ? 14 സെന്റിമീറ്റേഴ്സ് ഓഫ് മഴയായിരിക്കും ഓരോ മാസവും. 9 മാസത്തിൽ ഓരോ മാസവും ഏകദേശം 14 സെന്റിമീറ്റേഴ്സ് ഓഫ് മഴ ലഭിച്ചിട്ടുണ്ടാവും. ഇതാണ് നമ്മുടെ മഴയുടെ കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയോ? എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. എന്താണ് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്? ചോദ്യത്തിലേക്ക് നോക്കിയേ. 40 children of class 6 donated 50 rupees on average to the mutual aid fund. എന്താണ് അവിടെ പറയുന്നത്? 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 40 കുട്ടികളുള്ളൊരു ക്ലാസ്സിൽ അവർ 50 രൂപ ഓൺ ആവറേജ്, അതായത് ആവറേജ് ആണ് എന്ത് പറയുന്നത്? 50 റുപ്പീസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി 30 children of class 5 donated 800 rupees in all. അതായത് 30 ചിൽഡ്രൻസ് ഉള്ള 5ാം ക്ലാസ്സിലെ
കുട്ടികൾ എത്ര രൂപ വെച്ചാണ് കൊടുത്തിരിക്കുന്നത്? 800 രൂപ. ടോട്ടലാണ് 800 രൂപ. അങ്ങനെയാണെങ്കിൽ ഇഫ് വി കൺസിഡർ ബോത്ത് ക്ലാസ് ടുഗദർ ഹൗ മച്ച് ഡിഡ് ഈച്ച് ഡൊണേറ്റ് ഓൺ ആവറേജ്? അങ്ങനെയാണെങ്കിൽ ഈ 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും കുട്ടികൾ ഡൊണേറ്റ് ചെയ്ത എമൗണ്ട് ഒക്കെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് എത്രയായിരിക്കും ആവറേജ് വരുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 6ാം ക്ലാസ്സിൽ ആദ്യം നോക്കാം. ഓക്കെ, 6ാം ക്ലാസ്സിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 40 അല്ലേ? അവർ എത്ര രൂപയാണ്? ആവറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ആണ് ഇവിടെ നമുക്ക് 50 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്, ടോട്ടൽ അല്ല. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണം അല്ലേ? ടോട്ടൽ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് തന്നിട്ടുണ്ടല്ലോ, ആവറേജ് എത്രയാണ്? 50 ഇൻറ്റു ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ചിൽഡ്രനും നമുക്ക് തന്നിരിക്കുന്ന ആവറേജും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50 ഇൻറ്റു 40 എന്ന് പറയുന്നത് 2000, 2000 റുപ്പീസ് ആയിരിക്കും. അവിടെ 6ാം ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും കൂടെ പിരിച്ചെടുത്ത് എത്ര രൂപയാണ്? 2000 റുപ്പീസ് ആണ്. പിന്നെ എന്താണ് നമ്മുടെ 5ാം ക്ലാസ്സിലെ കുട്ടികൾ അല്ലേ? 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? എത്രയായിരുന്നു? അവരുടെ ടോട്ടൽ ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 800 റുപ്പീസ് അല്ലേ? ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ 2 ക്ലാസ്സുകാരും സഹകരിച്ച് എന്ത് ചെയ്തു? ഒരുമിച്ചാണ് ഫണ്ട് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ എമൗണ്ട് ഓഫ് ക്ലാസ് 5 and 6. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നതും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ നല്ല ഫ്രണ്ട്സാ. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒരുമിച്ച് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ എത്ര വരും? 2000, അതായത് 6ാം ക്ലാസ്സിലെ കുട്ടികളുടെ എമൗണ്ട് പ്ലസ് 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ എമൗണ്ട് എത്ര വരും? 2800 റുപ്പീസ് ആണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടെ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിച്ച സ്ഥിതിക്ക് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ ചിൽഡ്രൻസ് അല്ലേ? 6ാം ക്ലാസ്സിലെയും 5ാം ക്ലാസ്സിലെയും ടോട്ടൽ ചിൽഡ്രൻസിന്റെ എണ്ണം കൂടെ കണ്ടുപിടിക്കണം. എത്ര വരും? 6ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടായിരുന്നു? 40 കുട്ടികളുണ്ടായിരുന്നു. അതേപോലെ 5ാം ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 30 കുട്ടികളാണ് ഉള്ളത്. അപ്പൊ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 70 കുട്ടികൾ. 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും കുട്ടികളെ എല്ലാവരെയും കൂട്ടിയിട്ട് എത്ര പേരുണ്ട്? 70 കുട്ടികളുണ്ട്. ഈ 70 പേര് കൂടിയിട്ടാണ് എത്ര രൂപ കൊടുത്തത്? 2800 രൂപ ഫണ്ട് കൊടുത്തത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇപ്പോഴും നമ്മുടെ ആൻസർ എത്തിയിട്ടില്ല. ആൻസർ എന്താണ്? ആവറേജ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കാം? ആവറേജ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഷെയർ ഓഫ് 1 ചൈൽഡ്, അതായത് ഒരു കുട്ടി എത്ര വെച്ച് കൊടുത്തിട്ടുണ്ടാവും? എങ്ങനെ കണ്ടുപിടിക്കാം? 2800 ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ എത്രയാണ്? 70. എങ്ങനെ ചെയ്യാം? ഇവിടെ ഒരു സീറോയും ഒരു സീറോയും നമുക്ക് മുകളിൽ നിന്നും താഴെ നിന്നും കട്ട് ചെയ്ത് കളയാം അല്ലേ? ബാക്കി എന്ത് വന്നു? 280/7. 280/7 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 40 റുപ്പീസ്. അതായത് ആവറേജ് റുപ്പി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 40 റുപ്പീസ് ആയിരിക്കും ഈ കേസിൽ വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആയിരുന്നു അല്ലേ? അതായത് 2 ക്ലാസ്സിലെ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് വാല്യൂസ് വന്നിട്ടുണ്ടായിരുന്നത്. അവർ 2 പേരും കൂടി ഒരുമിച്ചു. അപ്പോൾ നമുക്കവിടെ ആഡ് ചെയ്യേണ്ട വന്നു. പിന്നീട് എന്ത് ചെയ്യേണ്ട വന്നു? അവർ തമ്മിലുള്ള ആവറേജ് കണ്ടുപിടിക്കേണ്ട വന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെ ചെയ്യുന്നതെന്ന്? ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം. അപ്പോൾ ഇതുവരെ ചെയ്ത പ്രോബ്ലം ഒക്കെ നല്ല എളുപ്പമായിരുന്നു അല്ലേ? സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാനുള്ളതാണ്. അപ്പോൾ ലെറ്റ്സ് ട്രൈ. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് മനസ്സിലായോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്? ആവറേജ് അല്ലേ? മെയിനായിട്ട് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കാനാണ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ പ്രോബ്ലംസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്, ഈ ക്ലാസ്സിൽ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. മിസ് എന്തായാലും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.